ടേസ്റ്റി ഡോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സാമ്പാർ പൊടിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ പെട്ടതാണ്. കുറേ ആളുകൾ ചോദിച്ചപ്പോഴാണ് ഞാനിപ്പോൾ ഇതൊന്നുകൂടെ ഇടാൻ കാരണം ഉണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. ഒരു 75 എണ്ണം മുളക് എണ്ണ എടുത്തതാണ് കേട്ടോ. അത് പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഫുൾ തീയിലിട്ട് ചെയ്യരുത്, തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് നന്നായി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. അത് ചട്ടിയിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് അരക്കപ്പ് ഉഴുന്ന് പരിപ്പാണ്. അത് ഇതുപോലെ വറുത്തെടുക്കുക. ഇതിലും കുറച്ചുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ടിട്ട് തന്നെ വറുത്തെടുക്കാം. പക്ഷേ എപ്പോഴും നല്ലത് വേറെ ഓരോന്നോരോന്ന് വറുത്തെടുക്കുകയാണ്. പലതും പല വേവല്ലേ. അപ്പോൾ ഉഴുന്ന് പരിപ്പായിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് സാമ്പാർ പരിപ്പാണ്. അതും വറുത്തെടുക്കുക ഇതുപോലെ തന്നെ ചെറിയ തീയിൽ വേണം. പിന്നെ എടുത്തിട്ടുള്ളത് അരിയാണ്, ചോറ് വെക്കണ അരിയാണ്, അരക്കപ്പ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറുവയാണ് കേട്ടോ. അപ്പോൾ ഈ അരി ചേർക്കുന്നത് നമ്മൾ സാമ്പാറൊന്ന് കട്ടി കിട്ടാനൊരു പ്രത്യേക ടേസ്റ്റാണ് സാമ്പാറിന്. അപ്പോൾ അതുപോലെ അരി നല്ലോണം ഒന്ന് പൊട്ടിയിട്ട് ഒന്ന് ചുവന്നുകൊണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായി പൊട്ടിയാൽ ഓഫ് ചെയ്ത് ചട്ടിയിൽ നിന്ന് മാറ്റാം. പിന്നെ എടുത്തിട്ടുള്ള ഉലുവയാണ്, 3 ടീസ്പൂൺ ഉലുവ. അത് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് 1.25 കപ്പ് മുഴുവൻ മല്ലിയാണ് കേട്ടോ. അത് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം കറിവേപ്പില ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഞാനൊരു 2 കപ്പ് ഇതിൽ കൂടുതലുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില കുറച്ചും കൂടെ കൂട്ടിയിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി ഇങ്ങനെ വറുത്തെടുക്കുക. കയ്യിലിട്ടിട്ട് ഇല ഇങ്ങനെ നമുക്ക് ഒന്ന് ഞെരടി നോക്കിയാൽ ഇങ്ങനെ പൊടിയിലുണ്ടാകുന്ന നോക്കിയാൽ മതി. അപ്പോൾ വേഗം തീ ഓഫ് ചെയ്ത് മാറ്റുക ചട്ടിയിൽ നിന്നിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുരുമുളകാണ്, 3 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായി ചൂടായതിന് ശേഷം ചട്ടിയിൽ നിന്ന് നമുക്ക് മാറ്റാം. പിന്നെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് ചെറിയ ജീരകമാണ്. അതൊന്ന് നല്ലോണം പൊട്ടിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ എല്ലാം നമുക്ക് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പം ഞാനതിന് ആദ്യം മുളക് ഒറ്റക്കൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. മുളക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് പൊടിഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇനി ഒന്നിച്ച് എല്ലാം കൂടെ പൊടിക്കണതല്ലേ. അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നായിട്ടല്ല 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക. പിന്നെ 3 സാധനം കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ കായപ്പൊടി. ഇതിലേക്ക് മൊത്തം 9 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. 6 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി പൊടിച്ചിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ളായി പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ. എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, ആർക്കും നഷ്ടമാവില്ല. നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാർ പൊടിയാണ് ഇത് കേട്ടോ.